തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കൈതമുക്കിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ദീർഘനാളായി തുടരുന്ന അതിർത്തി തർക്കത്തിനൊടുവിലാണ് ചാമക്കട സ്വദേശിയായ വിശാഖിനെ കൊലപ്പെടുത്തിയത്. വിശാഖിന്റെ അയൽവാസിയും ബന്ധുവുമായ പ്രദീപും സംഘവുമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 നഗരമധ്യത്തിലെ ചാമക്കടയിൽ വെച്ചാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് KL 27H9286 രജിസ്ട്രേഷൻ നമ്പറിലുള്ള വെള്ള നിറത്തിലുള്ള മാരുതി ഓട്ടോ കാറിലെത്തിയ 3-4 പേരടങ്ങുന്ന സംഘം വിശാഖിനെ മാരകായുധങ്ങളാൽ ആക്രമിച്ചത്. കൈ, കാൽ, വയർ എന്നിവിടങ്ങളിൽ ഗുരുതരമായി വെട്ടേറ്റ വിശാഖ് സംഭവസ്ഥലത്ത് തന്നെ ഗുരുതരാവസ്ഥയിലായി. ആക്രമണത്തിന് പിന്നാലെ പ്രതികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഏറെ നാളായി തുടരുന്ന അതിർത്തി തർക്കമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശാഖും പ്രദീപും ബന്ധുക്കളായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ മുമ്പും നിരവധി തവണ സംഘർഷങ്ങളും കേസുകളും ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 6 മാസം മുമ്പ് നടന്ന സമാന സംഘർഷത്തിൽ പ്രദീപിനെ ആക്രമിച്ച കേസിൽ വിശാഖ് പ്രതിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട വിശാഖിന് ചെറിയ തോതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം. ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ നടന്ന ക്രൂരകൊലപാതകം പ്രദേശത്ത് വലിയ ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷനും ഇടപെട്ടിരുന്നെങ്കിലും അത് കൊലപാതകത്തിൽ കലാശിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സംഭവത്തെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ, ACP എന്നിവരുൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തെയും പ്രതികളെയും കുറിച്ച് പോലീസിന് നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം സംഭവസ്ഥലത്തിന് സമീപത്തെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നത് അന്വേഷണത്തിന് തിരിച്ചടിയായിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി.